ഈ കർഷകർക്കെതിരായ അവഗണനയിൽ പ്രതിഷേധവുമായി തലശ്ശേരി രൂപത കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ ഭൂനികുതി വർധനവിൽ കൂടി രൂക്ഷമായി വിമർശിക്കുകയാണ് സർക്കാരിനെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടാൻ കർഷകരെ കഴുത്തിന് പിടിക്കുന്നു. സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണ്. സംസ്ഥാന ബജറ്റിൽ മലയോര കർഷകർക്ക് ഒന്നുമില്ലെന്നുകൂടി തലശ്ശേരി ബിഷപ്പിന്റെ വിമർശനം. തലശ്ശേരി ആർച്ച് ബിഷപ്പാണ് അതിരൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനാണ് ഈ കർഷകരുടെ കഴുത്തിന് ഇപ്രകാരം സർക്കാർ പിടിക്കുന്നത് എന്ന് പറയുകയാണ് മാർ ജോസഫ് പാംബ്ലാനി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. കർഷകൻ ചോര നീരാക്കി പറമ്പിൽ പണിയെടുത്താണ് ഇന്നാട്ടിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ അടക്കം തീറ്റിപ്പോറ്റുന്നത്. സാങ്കേതിക വിദ്യ എത്രമേൽ വളർന്നുകൊള്ളട്ടെ, കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും ഒരു IT വിദഗ്ധനും ഉച്ചയൂണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. മറിച്ച് അവന് ഭക്ഷണം കിട്ടണമെങ്കിലും ഈ പാവപ്പെട്ട കർഷകന്റെ ചോരയും നീരും നിലത്ത് വീണ് വിത്തിന് പോഷണമേകേണ്ടതുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ വസ്തുത നമ്മുടെ കേരള സർക്കാർ മറന്നുപോകുന്നു എന്ന് കാണുന്നത് ദുഃഖകരമാണ്. കർഷകന്റെ കൃഷിഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായ മാർഗമായി മന്ത്രി കരുതുന്നു എങ്കിൽ, ഭരണകൂടം കരുതുന്നു എങ്കിൽ, എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഒന്നേയുള്ളൂ: നിങ്ങൾ കർഷകനെ മാനിക്കുന്നില്ല, കർഷകന്റെ മഹത്വം അറിയുന്നില്ല, അവൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ തിരിച്ചറിയുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ്. ഇവിടുത്തെ മലയോര കർഷകർക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ചങ്ങനാശ്ശേരി രൂപത കൂടി സമാനമായി കർഷകർക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാർ ജോസഫ് പാംബ്ലാനിയുടെ വാക്കുകൾ എന്തൊക്കെയാണ്? സർക്കാർ കർഷകരെ തീരെ മാനിക്കുന്നില്ല എന്നതിന് തെളിവായിട്ടാണോ അദ്ദേഹം ഇത്തവണത്തെ ബജറ്റിലെ കർഷകർക്കെതിരെയുള്ള സർക്കാരിന്റെ നിലപാടിനെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? തീർച്ചയായും അത് തന്നെ വേണം മനസ്സിലാക്കാനോ. ഇതിൽ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസമാണ് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി അതിരൂപതയുടെ നേതൃസംഘവും ഗ്ലോബൽ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും കണ്ണൂർ ചെമ്പേരിയിൽ നടന്നത്. ഈ ഒരു പരിപാടിയിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഇത്തരത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി രൂക്ഷ വിമർശനം ഉയർത്തി രംഗത്തെത്തിയത്. സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർധനയ്ക്കെതിരെയാണ് മാർ ജോസഫ് പാംബ്ലാനി രൂക്ഷ വിമർശനം പ്രധാനമായും ഉയർത്തിയത്. സർക്കാർ കർഷകരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്, സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണ് എന്നാണ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കത്തോലിക്ക സഭ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ സഭാ നേതൃത്വം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, ഭൂനികുതി 50%-ലധികമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാംബ്ലാനി രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. സർക്കാർ കർഷകരെ മാനിക്കുന്നില്ല എന്നതിന് തെളിവാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഭൂനികുതി വർധനവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടാൻ കർഷകരുടെ കഴുത്തിന് പിടിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ നിലപാട് കർഷക വിരുദ്ധമാണ്. സംസ്ഥാന ബജറ്റിൽ മലയോര കർഷകർക്ക് ആയി ഒന്നുമില്ല എന്നും ആർച്ച് ബിഷപ്പ് പറയുന്നുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും കത്തോലിക്ക കോൺഗ്രസിന്റെയും കത്തോലിക്ക സഭയുടെയും നിലപാട് എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനിയുടെ വാക്കുകളിലൂടെ തെളിയുന്നത്. സംസ്ഥാന സർക്കാരിനെ നേരിട്ട് തന്നെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. കർഷക വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന് സംസ്ഥാന സർക്കാർ കനത്ത വില നൽകേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത്. അനു.